നാട്ടിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ. അപ്പോൾ ക്രിസ്തുമസ് എല്ലാം പ്രമാണിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഒരു ദിവസം ഒഴിവുണ്ടായിരുന്നു. ആ ഒഴിവിന് വിപിൻ്റെ പാട്ടോടുകൂടി ഞങ്ങൾ യാത്ര തുടർന്നു. ലീവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇറങ്ങി. അവിടെ എല്ലാം നന്നായിട്ടൊന്ന് കറങ്ങി. നമ്മുടെ നാട്ടിൽ പൂരപ്പറമ്പിലെല്ലാം പോയ പോലെയാണുള്ള ഒരു പ്രകൃതി. എല്ലാവരും ഒന്ന് പോയി കാണണം. നല്ല വൈബാണ്. ഒരുപാട് വണ്ടികളുള്ളത് കൊണ്ടുള്ള ഒരു അട്ടഹാസം. പിന്നെ ഒരു വെടിക്കെട്ടൊക്കെ ഉണ്ട് ഡെയിലി. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ഒരു 400 മീറ്ററോളം ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലകളിൽ ഒന്നാണിത്. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാസ്ക്. അതിൽ ഒരുവിധപ്പെട്ടവർക്ക് വിജയിക്കാറുണ്ട്. കുറേ പേര് ഇടയ്ക്ക് തിരിച്ചു വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എപ്പോഴും വണ്ടികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് എപ്പോഴും ജനുവരി ആദ്യം തന്നെ തീരും. അത് ഡിസംബർ ഒരു 14 തീയതി തുടങ്ങി ജനുവരി 5 തീയതി ആകുമ്പോഴേക്കൊക്കെ തീരും. ഒരു 20-25 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് GCCയുടെ എല്ലാ രാജ്യത്തു നിന്നും വരുന്നുണ്ട്. GCCയിൽ എന്ന് പറഞ്ഞാൽ ഖത്തർ, ബഹ്റിൻ, സൗദി, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വണ്ടികൾ പല സ്ഥലത്തു നിന്നും കാരവൺ കൊണ്ടുവന്നിട്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കാരവൺ കൊണ്ടുവന്ന് അവർ അതെല്ലാം ഇവിടെ റെൻറ്റിനാന്ന് തോന്നുന്നുണ്ട്. ഒരു 2-3 കാരവണൊക്കെ വെച്ച് പിന്നെ അവരുടെ വണ്ടികളെല്ലാം നിർത്തി ഒരു കോമ്പൗണ്ട് പോലെ ആക്കിയിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് പൈസ കൊടുത്തിട്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള അല്ലാത്ത ആൾക്കാരൊന്നുമില്ല, ലോക്കൽസാണ് കൂടുതലും വന്ന് സ്റ്റേ ചെയ്യണം. അപ്പോൾ അവരിങ്ങനെയുള്ള വണ്ടികളെല്ലാം കൊണ്ടുവന്ന് അവിടെ റൈഡ് ചെയ്യും. അതിന് റേസിംഗ് ഉണ്ട്, പൈസ ബെറ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇതൊക്കെ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഡെയിലി ചെയ്തിട്ട് വൈകിട്ട് 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ അതിൻ്റെ മത്സരങ്ങൾ പലതുണ്ട്. വണ്ടി ഡ്രിഫ്റ്റിംഗ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് അറിയുന്നില്ല എന്തൊക്കെയുണ്ടെന്ന്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല. നമ്മളേതെങ്കിലും ഈ സീസണിൽ 1 ദിവസം 2 ദിവസമൊക്കെ അല്ല, ഒരു ദിവസം പോകും, ചിലപ്പോൾ 2. നമ്മൾ ഏറെക്കുറെ എൻ്റെ അടുത്ത് ആയതുകൊണ്ടാണ് പോണത്. അബുദാബിയിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ച് ദൂരം കൂടുതലുണ്ട്. 250 കിലോമീറ്ററോളം ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ പോലീസെല്ലാം അവിടെ എപ്പോഴും ഉണ്ട്. അവിടെ ഒരു ബാരിക്കേഡ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് വിടില്ല. അങ്ങനെ അനുവാദം ഇല്ലാണ്ടൊന്നും അതിൻ്റെ അകത്തേക്ക് അങ്ങനെ വെറുതെ കയറി പോകാനൊന്നും പറ്റില്ല. പിന്നെ ചില വണ്ടികൾ, ഇപ്പോൾ അവിടെ ഒരു വണ്ടി അവിടെ താന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പോലീസ് മറ്റുള്ളവർ വന്ന് അതിൽ ആക്സിഡൻറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്ന് കെട്ടി വലിക്കലും അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വണ്ടി താഴുന്നതും താന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കെട്ടി വലിക്കുന്നതും അതിനൊക്കെ ഭയങ്കര സഹായമാണ്. എല്ലാ വണ്ടികളും വരും. പോലീസ് ഇനി അവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു കോണെല്ലാം വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ അത് അങ്ങനെ പരിപാടി നടക്കും. അതിൻ്റെ ഇടയ്ക്കിൽ ഇവിടെ വെടിക്കെട്ടുണ്ട്. അതെന്നും 5 മിനിറ്റോളം ഉണ്ടാവും വെടിക്കെട്ട്. ഒരു 8 മണി മുതൽ 8:05 വരെയൊക്കെയാണ് ടൈമിങ്. ചില ദിവസം കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ പോയ ദിവസം 5 മിനിറ്റോളം ഉണ്ടായിരുന്നു വെടിക്കെട്ട്. അങ്ങനെയുള്ള ഓരോ പരിപാടികളും പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പല ഏരിയകളിലും പല പല പരിപാടികളായിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിവ ടൗണിൽ നിന്നും ഒരു 25-30 കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ് ലിവ ടൗണിൽ നിന്ന്. പക്ഷേ ഈ സ്ഥലം ഈ ഒരു പരിപാടി ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശൂന്യതയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ കണ്ട വണ്ടികളോ ഒന്നുമില്ല. ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഈ ഡ്യൂൺസ്, മൊറൈബ് ഡ്യൂൺസ് എന്നാണ് ഇതിനെ പറയുക. ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്യൂൺസുകളിൽ ഒരെണ്ണമാണ്. നല്ല ഹൈറ്റാണ്. 400 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. ഏറ്റവും ഹൈറ്റ് കൂടിയ ഡ്യൂണാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഇവിടെ പണ്ട് മുതൽ തന്നെ ഇവർ ചെറിയ ചെറിയ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇവരുടെ ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറേ കടകൾ ഉണ്ടാവും അവിടെ. അവരുടെ കോഫി. അപ്പോൾ അറബികൾ ഒരുപാട് ലോക്കൽസുകൾ ഇങ്ങനെ വന്ന് ഇഷ്ടം പോലെ ലോക്കൽസുകളെ കാണണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. നമ്മൾ അബുദാബിയിലൊന്നും കാണുന്ന പോലെയല്ല, ഈ ടൗണിലെ പോലെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടികളും നമ്മുടെ നാട്ടിലെ പറമ്പിനെക്കാട്ടിലും നാട്ടിലെ പൂരപ്പറമ്പിലൊന്നും ഇത്ര വണ്ടി നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ മണലും ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഉണ്ട്. ഫോറിനേഴ്സ് എല്ലാം വരും. ഒരുപാട് ആൾക്കാർ, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ഇപ്പോൾ UAE ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം. എല്ലാവരും കൂടെ വന്നിട്ട് ഇതെല്ലാം കണ്ട് എന്നിട്ടാണ് പോകാറുള്ളത്. പിന്നെ അവിടെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പൂരപ്പറമ്പിലാണെങ്കിൽ ചെണ്ടമേളവും അങ്ങനത്തെ സൗണ്ടുകളാണല്ലോ കൂടുതൽ കേൾക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മണിയടി ശബ്ദം, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടുകളാണ് കൂടുതൽ കേൾക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ സൗണ്ട് മാത്രം. നമുക്ക് ഈ ഒറ്റപ്പെട്ട വണ്ടികളെ കാണുമ്പോൾ എന്ത് സൗണ്ടാണെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഇങ്ങനെ പല വണ്ടികൾ പല സൗണ്ടിലാകുമ്പോൾ അതിന് തന്നെ ഒരു താളത്തോടു കൂടി കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്കത് കേൾക്കാൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഇങ്ങനെ ആൾക്കാർക്ക് ഇവിടെ ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് നമ്മൾ സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും വണ്ടികൾ കയറുന്നതും. അപ്പോൾ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടഹാസമാണ് ഇവിടെ. അട്ടഹാസം എന്ന് പറഞ്ഞാൽ മണലിൽ കൊണ്ടുവന്ന് വണ്ടി തിരിച്ച് മറിച്ച് എന്തെല്ലാം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റും അത് മുഴുവനും ഇവിടെ കാണിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കല്ലും
അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ മണൽ മാത്രമേ ഉള്ളൂ, ഒരു കല്ലിൻ്റെ കഷ്ണം പോലും നമുക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് പിന്നെ വണ്ടിക്ക് വേറെ അടിയിൽ ഇടിച്ചു അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ടയറിൽ എയർ കുറയ്ക്കുക, ഈ നല്ല പവറുള്ള വണ്ടി, ഒരു 8 സിലിണ്ടർ വണ്ടിയും എല്ലാമാണ്. പിന്നെ അതിന് എക്സ്ട്രാ പവർ കയറ്റാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കും. പിന്നെ ഇങ്ങനെയുള്ള കുറേ 8 കാല് പോലത്തെ വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ മണലിലേക്ക് സ്പെഷ്യലാണ്. ഇതിനു വേണ്ടി മാത്രം മേടിച്ചിരിക്കുന്നതാണ് അവർ. ഇതിന് വരുമ്പോൾ കൊണ്ടുവരും, ഇതേപോലെ ലൈറ്റെല്ലാം വയ്ക്കും. പിന്നെ അവിടെ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് അവിടെ. പിന്നെ ലുലുവിൻ്റെ ഒരു ഷോപ്പല്ല, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഈ ഒരു മാസത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്നും കണ്ടു കഴിഞ്ഞാൽ പോരാ ശരിക്കും. നമ്മളൊരു വൈകിട്ടൊരു 4 മണിക്കൊക്കെ മുതൽ ഇങ്ങനെ കറങ്ങണം. ഒരുപാട് നടന്ന് കാണാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിള്ളേർക്ക് കളിക്കുന്നതായാലും അങ്ങനെ എന്ന് പറയേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒന്നിനും അങ്ങനെ പൈസയൊന്നുമില്ല കേട്ടോ. നമുക്കെല്ലാം വെറുതെ ഇറങ്ങി കറങ്ങി നടന്ന് കാണാം. അതുകൊണ്ട് ഇങ്ങനെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് നല്ല നീളത്തിൽ. അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് നമുക്ക് കാഴ്ചക്കാർക്കൊക്കെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടത്. എത്ര പേര് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല കേട്ടോ. വെടിക്കെട്ട് കാണാനായാലും ഒരു തിക്കോ തിരക്കോ ഒന്നുമില്ല. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കണ്ട് അവിടെ സുഖമായിട്ട് നിൽക്കാം, ഒരു തിക്കും തിരക്കുമില്ല. ഇത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള വാളാങ്കി മിസ്റ്റർ രാകേഷാണ്. രാകേഷ് വെടിക്കെട്ടിൻ്റെ എണ്ണ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണം പൊട്ടുണ്ട് എന്നുള്ളത് വളരെ വാശിയേറിയ എണ്ണത്തിലാണ് പുള്ളി എണ്ണി പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ചത് പുള്ളി പറഞ്ഞു അവസാനമായി കഴിഞ്ഞപ്പോൾ എണ്ണമൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ തുരുതുരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എണ്ണം പുള്ളി പറഞ്ഞിട്ടില്ല. അടുത്ത പ്രാവശ്യം എണ്ണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് പോലെ തന്നെയാണ് എങ്കിൽ തന്നെയും സൗണ്ട് വളരെ കുറവൊന്നുമല്ല. ഇത് ഫുള്ള് ഈ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ആയിരിക്കാം സൗണ്ട് കുറച്ച് കുറവ് പോലെ തോന്നുന്നു. പക്ഷെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വെടിക്കെട്ടുകാർ ആരാണെന്ന് എടുത്തൊന്നുമില്ല. നാട്ടിൽ ആൾക്കാർക്ക് ആയിരിക്കും ചാൻസ് ഉണ്ട്. നല്ല ലോക്കൽസ് ഏതൊക്കെ ഫുജാറല്ല, GCC എല്ലാം സൗദിയിൽ നിന്നും ഖത്തർ, ഒമാന്റെ ആ വണ്ടി മറ്റേ UAE-ലാണ് അല്ലേ. ഒരുപാട് രാജ്യത്ത് ഒമാനിലെ വണ്ടികളെല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ നടന്നില്ല അല്ലെ, നമുക്ക് ഭയങ്കര നഷ്ടമായി. ഇവിടെ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മള് വരാത്തോണ്ടാണെങ്കിലോ. ഫുള്ള് സെറ്റുണ്ട് ഇവിടെ. തീയൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് ജനങ്ങൾക്ക് കാപ്പി കുടിക്കും. ഇവിടെയൊക്കെ ലോക്കലാണ്, നമ്മുടെ ആൾക്കാരൊന്നും ഇല്ല അല്ലേ. ഒരുപാട് കാറുകളിലല്ലേ ഉള്ളത് പരിപാടി. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയാത്തോണ്ട്. അത് ഇവിടെയൊക്കെ നോക്ക് ടോയ്ലറ്റിൻ്റെ ആ ലാസ്റ്റ് കാണുന്ന ടോയ്ലറ്റാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ആ ലാസ്റ്റ് അല്ലേ.
എന്തോ ഒന്ന് ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തിയില്ലേ, വാഷ്റൂം. പൈസ കൊടുക്കണം എന്തോ, നമ്മുടെ നാട്ടിലൊക്കെ പൈസ കൊടുക്കണ്ടേ, ഇവിടെ ഫ്രീ ആയിരിക്കും, അറിയില്ല, നോക്കാം. ദേ ഈ ചങ്ങാതിമാര് നിങ്ങളെപ്പോ എത്തിയാലോ അവിടെ? ഭയങ്കര സാധനമാണ്. നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല, ഒരു ടാങ്ക് ഫുള്ള് ഇറക്കിയ വെള്ളം. ഇങ്ങനെയാണ് വെള്ളം കുടിക്കണേ. ഫുഡ് നമ്മൾ കഴിക്കും, ഇപ്പൊ കഴിക്കും. കണ്ടോ ഈ ബൈക്ക് ഉണ്ട്, ഇത് ഒമാനിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടി. ഒമാനിലെ വണ്ടികൾക്കെല്ലാം ഈ യെല്ലോ കളർ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. അതിലൊരു പുള്ളി കാറിലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര പൈസയാവോ ചോദിക്കണോ? എന്ത് കോഫി ആയിരിക്കും? അപ്പുറത്തുണ്ടോ? ഒരു വണ്ടി താന്ന് കിടക്കുന്നുണ്ട്, അതിനെ കെട്ടി വലിക്കാൻ വേണ്ടിയുണ്ട്. എല്ലാവരും കൂടി വന്ന് ഇനിയിപ്പോൾ അതിനെ കെട്ടി വലിച്ച് അവിടെ നിന്ന് റിക്കവറായി കൊണ്ടുപോകും. ഈ പോകുന്ന 2 വണ്ടിയുണ്ടോ, കുഞ്ഞൻ വണ്ടിയാണ്. ഇത് കുറേ ദൂരത്തു നിന്ന് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നുള്ളൂ. അടുത്ത് വന്ന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. പക്ഷേ അവന്മാർ നല്ല കാന്താരി പോലെയാണ്, അടിച്ച് കയറി അങ്ങ് പോയി, ഒന്നും നോക്കിയില്ല. മറ്റുള്ള വണ്ടികളൊക്കെ ഒന്ന് ഒരു പതുങ്ങലുണ്ട്, പക്ഷേ ഇവനൊരു പതുങ്ങലും ഇല്ല. ഫുൾ സ്പീഡിലങ്ങ് കയറി അങ്ങ് അറ്റെത്തി. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ നേരത്തെ ഇത് ഒരു സ്ലോപ്പ് പോലെ തോന്നണം, പക്ഷെ ഇങ്ങനെയല്ല. എൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല കയറ്റമാണ്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുത്തനെ ഉള്ളൊരു കയറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ദൂരത്ത് നോക്കുമ്പോൾ ഒരു സ്ലോപ്പ് പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് സ്ലോപ്പൊന്നും അല്ല, നല്ല കുത്തനെയുള്ള കയറ്റം. നമ്മൾ കുറേ ഒരു 100-200 മീറ്റർ പുറയിൽ നിന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. പക്ഷേ നല്ല കയറ്റമാണത്. കണ്ടോ, ഞങ്ങൾ ഇത്ര പേര് കൂടിയിട്ട് പോയതിട്ടാ. അപ്പോൾ അതിൻ്റെ എല്ലാവരും ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും നിരന്ന് നിന്നിട്ട് നമ്മളൊന്ന് വീഡിയോ എടുത്താണ്. ഈ കാണുന്ന വിനീഷുണ്ട്, വാസുണ്ട്, വിപിൻ, ഞാൻ, നിയാസ്ക, ബഷീർക്ക, സമീർ, നെൽസൺ, സിജു, പിന്നെ ആരുണ്ടല്ലോ, വിജേഷ് ഉണ്ട്, വാളാങ്കി ഉണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് കറക്കി അടിച്ചെടുത്തത്, എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും കിട്ടാൻ വേണ്ടി കണ്ടില്ലേ, ഭയങ്കര സന്തോഷത്തിലാണ്, എല്ലാവരും ഹാപ്പിയായി. നമ്മൾ കഴിഞ്ഞ വർഷം പോയായിരുന്നു, ഈ വർഷം പോയി. എല്ലാ വർഷവും ഇവിടെ ഉള്ളപ്പോഴൊക്കെ അങ്ങനെ പോകാൻ കുഴപ്പമൊന്നുമില്ല, ഒരു രസമല്ലേ. ക്രിസ്മസാണ്, അപ്പോൾ ഒഴിവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടുത്തെ മറ്റേ ഇതും കൂടിയിട്ടുണ്ടായിരുന്നു, നാഷണൽ ഡേ ആയിരുന്നു. ഡിസംബർ മുതൽ ഇവിടെ ഒരു ഡിസംബർ മാസം എന്ന് പറഞ്ഞ ഫുള്ള് പിന്നെ ഒരു അത്യാവശ്യം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരിക്കും, നല്ല തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ ഒരു 15 ഡിഗ്രി ആ റേഞ്ചൊക്കെയാണ്, അതുകൊണ്ട് വലിയ ചൂടില്ല. അപ്പോൾ എല്ലാവർക്കും വന്ന് നിൽക്കാനും ക്യാമ്പിങ്ങും പരിപാടികളും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വെതർ കണ്ടീഷൻ നല്ലതായതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇവിടെ റെൻറ്റിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. റെൻറ്റിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് അതിൻ്റെ അറിയില്ല. ഇനി പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണം നമുക്ക് പറ്റുമെന്ന്. ഏറ്റവും കൂടുതലുള്ളത് ഇവനാണ് കേട്ടോ. മുതൽ ലാൻഡ് ക്രൂസറിൻ്റെ സഫാരി പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. ഇവങ്ങനെ വെയിറ്റിങ്ങിലാണ്. അടുത്തൊന്ന് മൂപ്പിച്ചിട്ടൊരു പോക്കുണ്ട്, അത് പോകാൻ നേരത്ത് നോക്കാം. പൊട്ടിക്കണ അതിന്റെ മേലുണ്ടല്ലേ.
അവിടെ ഗർഭം കളിക്കില്ലേ അവിടെ? ഗർഭം കലക്കി ഇവിടെ ഗർഭം കലക്കില്ല. നമ്മളെല്ലാവരും എടുക്കണേ തിരിച്ചു പിടിക്കണം. ഇതാണ് ഞങ്ങളുടെ അവിടെ പഠിക്കുന്നത്. കേറി വന്നോ ഇത് കണ്ടോ? ഇതൊരു പ്രത്യേകത്തിലുള്ള വണ്ടിയിലുള്ള കോഫി കച്ചവടമാണ് കേട്ടോ. സെറ്റാണ്. ഞങ്ങൾ കോഫി കുടിക്കില്ല കേട്ടോ, ഭയങ്കര പൈസയായിരിക്കും. അറബികളൊക്കെ വന്ന് കുടിക്കുന്നുണ്ട്. എടാ നീ മേടിക്കുന്നുണ്ടോ? ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. ആ വണ്ടിയുടെ നിങ്ങൾ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഭയങ്കര ഹൈറ്റാണ്. എത്ര ഹൈറ്റ് ഉണ്ടാകട്ടോ. ആ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കണ്ടോ? അവർ ഫുൾ ഇതിലാണ് പോകുന്നത്. അതേപോലെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇവര് റേസ് അല്ല അല്ലടാ വിപിന്, ഇന്നില്ല. ഇന്ന് ജസ്റ്റ് ഇവര് ട്രയൽ ചെയ്യുന്നതാണ്. ഇന്ന് 8 മണിക്ക് വെടിക്കെട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് നമുക്കറിയില്ല. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ
brother. This is an acting of our work. We are all the days. പക്ഷേ 12 hours in the sun. He is in the mood. നമ്മൾ ഡ്യൂൺസിൽ പോകുന്നു. Our work. ആ വണ്ടി തിരിച്ചു അത് കയറിയില്ല ഫുള്ളായിട്ട്. അല്ല അവർ കയറിയില്ല. ഒരുപാട് കണ്ട ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളും കൊച്ചു പിള്ളേരും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. അങ്ങനെ വെറുതെ ഒന്നും ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി വിടില്ല. നമ്മൾ ആൾക്കാരിങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് കൊണ്ട് വെയിറ്റ് ചെയ്യണത്. സെക്യൂരിറ്റി അവിടെ വടി പൊക്കി പിടിച്ചു. നമ്മൾ ഈ സീബ്രയിൽ കൂടെ അങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സെക്യൂരിറ്റി വണ്ടികളൊക്കെ പ്രത്യേക സൗണ്ടാണ്. അത് ലിവയിലൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷ. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. സീബ്രയിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. ആ മേലെ ഒരു മിനിറ്റ് അപ്പനാത്മിനോ ഗായക ഇതരേ ഇതാണ്ടോ ആ മേലെ കയറുന്ന വണ്ടിയിലുണ്ടോ അതാണ് അതിൻ്റെ സെറ്റപ്പ്. നല്ല ഹൈറ്റാണ് അത്. ഇത് എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ടോ അത് ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഭയങ്കര സംഭവം ഉണ്ട് അവിടെ. ഇത് നമ്മൾ നോക്കിയിട്ട് പറയാം. പക്ഷെ നല്ല ഹൈറ്റാണ്. ചില വണ്ടികൾ ഫുള്ള് കയറില്ല. കയറാണ്ട് വരുമ്പോൾ ഒരു ഇടയ്ക്ക് നിങ്ങൾ തിരിച്ചു വരും കേട്ടോ. മേലേക്ക് കയറുന്നുണ്ടോ പറയടാ. അവിടെ എന്താണ് അടിച്ച പൊളിക്കാണ് അവിടെ. നോക്കിയാൽ നിങ്ങൾ കാണും ലിവ ഫസ്റ്റ്. ഓ എന്താ അവിടെ ബോർഡ് മണലല്ലേ അവർ കാണണ്ടോ? ഭയങ്കര സംഭവമാണ്. ഇത് ഭയങ്കര സംഭവം. ഇത് മറക്കാൻ പറ്റില്ല. ഇതൊരു പ്രത്യേക വൈബാണ്. ഭയങ്കര ഒരു ബോർഡ് പോലെയല്ല ഒരു മണലിലാണ്. അതെ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കേണ്ട അലയുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും അജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വെള്ളി മേഘങ്ങൾ ഒഴുകും രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ഈ മെക്കാനിക്കൽ റൗണ്ട് ലെഫ്റ്റ് ഞാനും മറക്കരുത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഡ്യൂൺസിൽ കയറുന്ന ഇത് കിട്ടുന്നത്. അതിന്റെ ഇടയിൽ അല്ലാണ്ട് കുറെ സാധനങ്ങളുണ്ട് നമുക്കിപ്പോ കാണാൻ. 8 മണിക്ക് ഒന്ന് വെടിയുണ്ട്. ഇപ്പൊ സമയം 7 ആയിട്ടുള്ളൂ. നല്ല വേണമെങ്കിൽ ഈ മെക്കാനിക്കൽ റൗണ്ടോട്ട് കണ്ട വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അണ്ണം പറഞ്ഞ കറക്റ്റാ. ഇതാണ് നമ്മുടെ ലിവ സിറ്റി കേട്ടോ. അതായത് ഈ ഫെസ്റ്റിവൽ സമയത്ത് മാത്രം ഇത്രമാത്രം വെളിച്ചം വരുന്ന ഒരു സിറ്റിയാണിത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ല വേണമെങ്കിൽ ഇത് കഴിഞ്ഞ ഒന്നുമില്ല. ഈ ഒരു മാസം മാത്രം അത്രമാത്രം ഒരു മാസം ഒരാഴ്ച ഉത്സവ ഒരാഴ്ച ഈ സെറ്റപ്പെല്ലാം അഴിച്ചു പോകും. ജനുവരി ഫസ്റ്റ് ആകുമ്പോൾ ഇതെല്ലാം അഴിച്ചു പോകും. നമ്മൾ വരുമ്പോ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഈ 8 കാലിന്റെ കൂടെ അങ്ങോട്ടോ ചാഴൂര് 8 കാല് പറഞ്ഞൊരു വണ്ടി പോകണല്ലോ. ഇതൊക്കെ മണലിലോടാനുള്ള വണ്ടികളാണ്. ഇതിന്റെ പേര് അറബിയിൽ പറയും ദറാജ. ഓക്കെ എന്താണെന്നാണ് എന്റെ ധാരണ. ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ പറയാം കുന്നുമൊക്കെയുന്ന വണ്ടി. അതാണ് എന്റെ കാര്യം. കുന്നുമ്മേ കയറുന്ന വണ്ടി. വി ആർ മലയാളീസ്. കുന്നുമ്മേ കയറുന്ന വണ്ടി. അതെ. ഇതാണ് നമ്മുടെ ലിവ സിറ്റി ഉണ്ടാ. ഇത് ഈ സമയത്ത് എത്ര മാസം ഉണ്ട് വാളാക്കി? ഒരു മാസം. ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവും. ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടാവും. പക്ഷെ ആളൊക്കെ കംപ്ലീറ്റ് പോകും. അപ്പോഴേക്കും പോകും. നമ്മൾ ജനുവരി 2-3 തീയതി വന്നത്. അപ്പൊ നമ്മുടെ അതുകൊണ്ട് അന്ന് വണ്ടികൾ അത്ര കുറവ്. അത് കഴിഞ്ഞ ഈ ഉത്സവ സീസൺ കഴിഞ്ഞോട്ടോ. അതുവരെ ഇങ്ങനെ ഈ 8 കാലുമുള്ള വണ്ടിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ. ഇത് നമ്മുടെ നാട്ടില് എന്റെ വീടിനടുത്ത് ചെമ്മരം ഭഗവതി ക്ഷേത്രം, ചാഴൂര്, പിന്നെ ചാഴൂരടുത്തത്
അല്ലടാ ഇന്നിവിടെ വണ്ടികളില്ലാന്ന് മേലെ നിങ്ങൾ വല്ല അറിഞ്ഞാ? കോമ്പറ്റീഷൻ ട്രാക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടേ. അതെയോ? സംഭവം ആ സൈഡിലുണ്ടോ? തെറ്റിപ്പോയതാ? അല്ല നമുക്ക് നടന്നു പോകാൻ പറ്റുമോ അതോ വണ്ടി കൊണ്ടുപോകണം? ആ വാളെങ്കി പൊടയ്ക്കും. കൃത്യമായിട്ട് വിടാൻ പറ്റും. ഈ ടൈമിങ്ങിലല്ലേ വി കാനോട്ട് കറക്റ്റ് വി കാൺ. പക്ഷെ ഇന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഇതിന്റെ മേലെ വണ്ടികൾ കയറ്റുന്നില്ല എന്ന് പറഞ്ഞത്. ന്യൂ ഇയർ ആയിട്ട് കയറ്റണ്ടാണ്, പക്ഷെ ഇന്നില്ല എന്ന് പറയണം. പക്ഷെ അവ ഒരു എഞ്ചിനുള്ള അത് എഞ്ചിൻ മെക്കാനിക്കൽ റൗണ്ട് ബോട്ട് ആ ഒരു എന്തെങ്കിലും മെക്കാനിക്കൽ രണ്ട് വണ്ടി റൗണ്ട് ബോർഡ് പറ്റില്ലേ എന്ന് പറഞ്ഞുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും ഇത് പുകാസനല്ലോ. ഇത് ആ സൗണ്ട് വരുന്നുണ്ട്, എനിക്കറിയില്ല അത് ഓട്ടോമാറ്റിക്. ഇവര് എന്തൊരു സാധനം ഓട്ടുന്നപ്പോ ഇവനൊരു രക്ഷയില്ല കേട്ടാ. വിപിൻ നിങ്ങൾ കേട്ടായിരുന്നു ബഷീർക്ക? വണ്ടി പോവാ അത് റേസിംഗ് വണ്ടി അല്ലായിരുന്നു. നമ്മള് ശരിക്കും പറഞ്ഞത് ബഷീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. പക്ഷെ ക്രിസ്മസിന് പാപ്പാനെ കത്തിക്കാൻ പാപ്പാനെ നമ്മളിന്ന് കത്തിക്കും. ഇത് കത്തിക്കാനുള്ള സാധനമാണ് ഞാൻ എടുക്കുന്നുണ്ട്. അളിയ ഒന്ന് ചോദിക്കടാ എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. ഭായിസാബ് आज नहीं है. आज क्या है एक्चुअली बड़ा इधर प्रोग्राम? न्यू ईयर का कुछ ये पटास का आज कुछ नहीं. इधर ऐसे गाड़ी जाना ये नहीं है ना. आज कुछ नहीं है बोलता है अपना भाई. बोलते आज कुछ नहीं यही है. इधर ही ऊपर जाने वाला. ഇതിപ്പോ അവിടെ നമ്മള് ഇവിടെ എന്താ വെച്ചാൽ ഇതുണ്ടോ, ഇതുണ്ടോ ഇപ്പൊ ക്യാമ്പാണ്. ഇവരുടെ പൈസ കൊടുത്തിട്ട് റിസർവ് ക്യാമ്പാണ് അല്ലേ. പൈസ കൊടുത്തിട്ട് അവരിങ്ങനെ ടെന്റ് അടിച്ച് അലോട് നമ്മളെ അകത്തെടുക്കണില്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ ടെന്റ് അടിച്ചിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് പൈസ കൊടുത്തിട്ട് ഇവർ ഇതുണ്ട് ഇങ്ങനെ മറ്റേ എന്നിട്ട് പറയാ ബാരിക്കേഡ് ചെയ്തിട്ട് ഇത് ഇവരുടെ ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ വണ്ടികളും ടെൻറ്റിന് ഓരോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ താമസിച്ച് അങ്ങനെ പോകുന്ന സ്ഥലങ്ങളാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാർ. നിനക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, ഞാനിവിടെ ഫസ്റ്റ് ടൈം പറഞ്ഞ. ഫസ്റ്റ് ടൈം കേട്ടിട്ടുള്ളൂ. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ലോകത്തിന്റെ അല്ല, സോറി, UAE-യുടെ ഭാഗങ്ങളിൽ നിന്ന് പല പലതും പല പിന്നെ ആൾക്കാർക്കുള്ള പിന്നെ എന്താ പറയുന്നത് ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഈ സാധനം പറയുന്നത്. അതെ, അതില് ഇവർക്കുള്ള ആകെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്ന സാധനമാണ്. ഈ ഒരു സാധനം അവർക്കുള്ള ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സെറ്റപ്പ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഭയങ്കര ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനിയും പറ്റും. പക്ഷെ അവർ ചെയ്യാത്തത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതാണ് സംഭവം. വ്യക്തി എന്റെ രീതിയിൽ എന്റെ കൊച്ചിയിലെ ആ ഫോട്ടോ കൊച്ചിയിലെ ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ എന്ത് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പോഴും ആ പഴയ ആ ഒരു ട്രെൻഡില് അതേ രീതി തന്നെ അവിടെ നടത്തിക്കൊണ്ട് അല്ല പപ്പന്നെ കത്തിക്കുക. ശരിക്കും സമയമാകുമ്പോ പപ്പന്നെ കത്തിക്കുക. അതിനുള്ള അനുവാദങ്ങള് പല മേടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഇവരിപ്പോ ഈ കാണിക്കുന്ന മാതിരി തന്നെ അവിടെ നമ്മുടെ നാട്ടില് വേറെ രീതിയിലാണെന്ന് മാത്രം ആ ഒരു വ്യത്യാസമുള്ളൂ. ഓക്കെ, ഈ ഓരോ വർഷത്തിലും ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് മാത്രമേ എൻജോയ് ഉള്ളൂ ഈ സമയത്ത് അല്ലേ. ഈ സമയത്ത് ക്ലൈമറ്റ് ചേഞ്ചും ഈ ലിവ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ അവർക്ക് എൻജോയ്മെന്റ് ഉള്ളൂ. അതേസമയം നമ്മള് ഇന്ത്യക്കാരിക്ക് കേരളക്കാരിക്ക് നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇവർക്ക് ഇതുള്ളൂ. മുസ്ലിം ആണെങ്കിൽ അവർക്ക് ഈദുണ്ട് ഈദ് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതുകൂടാണ്ട് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് ക്രിസ്മസ് മുതല് ഹിന്ദുക്കളൊക്കെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് അവർക്ക് നമ്മുടെ
ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതെ, ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. മെയിനാണ് ഒരു സംഭവം. ഇവര് കൂടുതലും ഈ വണ്ടികളുമായിട്ടുള്ള ഒരു അട്ടാസം ആയതുകൊണ്ടാണ് അത് അവര് എൻജോയ്മെന്റ്. ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണത് ഒപ്പന്റെ കത്തിച്ചാണ്. ഞാനൊരു കൊച്ചിക്കാരനാണ്. ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണത് ഒപ്പന്റെ കത്തിച്ചാണ് എന്ന് പറഞ്ഞ മാതിരി അവരിപ്പോ ട്രിപ്പ് ചെയ്തിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യണുള്ളൂ. അത്രയേ ഉള്ളൂ ഇവരുടെ ആഘോഷം. അങ്ങനെ പിന്നെ പല രാജ്യത്തിലും പല നാട്ടുകളിലും പല സിസ്റ്റമാണ്. സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പോലെ ഇവരുടെ എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്ത് പിന്നെ അറബികളെ പഴയ കാലങ്ങളിൽ ഈ തണുപ്പാവുന്ന സമയത്ത് അവര് പിന്നെ കൃഷിയും അല്ലെങ്കിൽ അവർക്കുള്ള ഈ വിളവെടുപ്പ് സമയത്തുള്ള ഒരു സമയം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ഉത്സവമായിരുന്നു. നമ്മുടെ നാട്ടിലെ വിളവെടുപ്പ് ഉത്സവം ആഘോഷിക്കുന്ന പോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഈ തണുപ്പിനെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് കൂടാരങ്ങൾ കെട്ടി പിന്നെ അവരെ പഴയ ട്രഡീഷണൽ ആഹാരങ്ങൾ പോലെ ഉണ്ടാക്കി കഴിച്ചു. ആ പണ്ട് ജീവിച്ച രീതിയിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഒരു റീക്രിയേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ലിവ ഫെസ്റ്റിവൽ സിറ്റി കേട്ടാ. എടാ ജെയിന്റ് വീൽ ഉണ്ടല്ലോ അവിടെ. നമ്മളിതൊന്ന് തകർക്കണ്ടത് പൊളിക്കും. അല്ല കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ. അല്ലേ ഈ വർഷം ഒരു കാശ് മുടക്കി. കഴിഞ്ഞ വർഷം വന്ന ബിനീഷ് ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. മലബാർ മിഠായി കിട്ടുമെന്ന് അറിയില്ല. അല്ല ഇവിടെ ലുലുവിന്റെ ഷോപ്പുണ്ട്, ലുലു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ക്യാമറയുണ്ട്, നമ്മളൊക്കെ നോക്കിയെന്നാ മതി. അപ്പൊ ഗൈസ് നമ്മൾ ഏറെക്കുറെ ഇപ്പൊ എവിടെ എത്തിന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ലിവ എത്തി. ലിവ ടൗൺ ആണ് ഇപ്പൊ നമ്മളുള്ളത്. ഏതാനും നിമിഷമില്ല, ഒരു 10-15 മിനിറ്റിന്റെ അകത്ത് നമ്മൾ ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തും. ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാലേ അപ്രോച്ചിങ് ആണ്. വി ആർ അപ്രോച്ചിങ് ടു എങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞേ. വി ആർ അപ്രോച്ചിങ് ടു ലിവ. അല്ല അതൊക്കെ ഒരു തോന്നല. അതാണ്. അപ്പൊ ഗൈസ് നമ്മള് ഏറെക്കുറെ ഇവിടെ എത്തിയിട്ട് ലിവ ടൗൺ എത്തി. ഇതാണ് ലിവ ടൗൺ അല്ലേ സന്തോ? ലിവ ടൗൺ അല്ലേ? ഇവിടെ ഒരു പള്ളിയുണ്ട്, എന്തൊക്കെയുണ്ടല്ലോ, മറ്റേ ഇതൊക്കെ ഉണ്ട് അവിടെ, പെട്രോൾ പമ്പ്. അതെ, ലിവ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അടുത്ത്. ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടിട്ട്? ഇവിടുന്ന് ഇനി 50 ഒന്നുമില്ല. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? ഇത് കോപ്പിറൈറ്റ് വരും. ഈ പാട്ടൊന്നും ഇടാൻ പറ്റും. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഗൈസ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ലിവ എത്താറായിട്ടോ. അതിന്റെ റൗണ്ട് ഔട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വണ്ടിയിലുള്ള പാട്ടൊന്നും ഇടാൻ പറ്റില്ല. നമ്മുടെ ഡ്രൈവർ ഭയങ്കര ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. റൗണ്ട് ഔട്ടിലൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ഓടിക്കണത്. അതെ, ഡ്രൈവർ ഈസ് പെർഫെക്റ്റ് ആണ്. കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ ഇപ്പൊ നമ്മൾ പാടി ശരിക്കുള്ള ഇതായത് ഇതൊക്കെ അടുത്ത് പിടിച്ചോ. നമ്മള് താങ്ങും.
ഓക്കെ, നമുക്ക് അടുത്ത പാട്ട്. അല്ല, നമുക്ക് ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഒരു ക്രിസ്മസ് ഗാനം പാടാം. ന്യൂ ഇയർ, സോറി, എന്തായിരുന്നു, ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ലിവ ഫെസ്റ്റിവലിന് ഇവിടെ പോകണ്ട. ഞങ്ങൾ എല്ലാവരും നമ്മുടെ മെയിൻ സാരഥി സന്തോഷാണ്. പക്ഷെ അവനൊന്ന് കാണിച്ചേക്കാം. സലാമലൈക്കും. നമ്മുടെ പാപ്പാനുണ്ടാ. അതെ, ഈ എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള മുതലാണ് ഈ പാപ്പാൻ. ഈ പാപ്പാന്റെ കൊച്ചിന്നല്ലേ, രണ്ട് സ്ഥലം ശരി തന്നെയല്ലേ? കൊച്ചി സമ്മതിക്കുള്ളൂ. കത്തിച്ചു കളയാണ് പാപ്പാനെ. അപ്പൊ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമ്മൾ എവിടെ വന്നിട്ടാന്നറിയോ? ലിവ അവിടെ സ്പോട്ടിൽ. എന്താ ഡിസ്റ്റ് പറഞ്ഞു? കുറെ കാലങ്ങളായിട്ട് പാപ്പാജിയെ കത്തിക്കുന്ന സമയത്ത് ഈ കൊട്ടതല നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രൊജക്ട് കയറിയതിനു ശേഷം പാപ്പാജിക്ക് പോയിട്ടില്ല, കത്തിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം പാപ്പാജിനോട് മാറ്റി വെക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞങ്ങൾ ലിവേലി ഇപ്രാവശ്യം നോക്കാൻ പറയാൻ ശ്രമിക്കാം. പുള്ളി സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്കുള്ള സ്വാധീനം ഈ മട്ടത്തിൽ എനിക്ക് അറിയാൻ പറ്റൂല അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും അവിടെ ലിവയിൽ പോയിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ലിവയിൽ എത്തുന്നതാണ്. എന്താ സിജു, ശരിയല്ലേ? പൊളിക്കും. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അതാണ് മെയിൻ പാപ്പാൻ. കൊച്ചിയുടെയും നമ്മുടെ യുടെ പാപ്പാനുണ്ടോ? മിസ്റ്റർ ബഷീർ ഖാൻ ക്രിസ്മസ് ഗാനം ആലപിക്കണം. ഞാൻ പാപ്പാജിക്ക് വേണ്ടി തുടങ്ങിക്കോ. റെഡി, 1 2 3 4. സൗണ്ട് വരുന്നില്ല. മറന്നുപോയി. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു വനപാലകൻ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ വന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ആൾക്കാർക്ക് അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാനുണ്ട് അല്ലേ? ഏതാ ഇതാണോ തകർക്കണ്? നല്ല സ്പീഡ് കിട്ടാ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് RV1 ക്യാമ്പാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല കേട്ടോ. എന്നറിയാം, ഇവിടെ ഇവർ പൈസ കൊടുത്തിട്ട് അവർ കണ്ട കാരോൺ വണ്ടികൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു വണ്ടി, അതിന്റെ പുറകിൽ വേറൊരു വണ്ടി. அந்த ரோடு இருக்கா? அல்ல அந்த ரோடு கிடைக்கணும். எந்த வழி போகணும்? எந்த வழி போய் கிடைக்கும்? அந்த ரோட்ல போனாக்க நீங்க ஸ்ட்ரைட்டா போய் இதுல ஸ்ட்ரைட்டா போய் ரைட்ல திரும்பினா ரவுண்ட் ரோடு கிடைக்கும். இல்ல ஒரு நார்மல் ரோடு. പിന്നെ അവിടെ ലെഫ്റ്റ് എടുത്താ ഒരു റൗണ്ട് പോട്. அந்த റൗണ്ട് പോടില് ലെഫ്റ്റ് സ്ട്രൈറ്റ് ആവണം. അന്നേരത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവിടേക്ക് നമുക്ക് എത്തേണ്ടത്. ജസ്റ്റ് മിസ്. നമ്മള് പോടാ. ഈ സന്തോഷിനെ അറിയാത്തോണ്ടാണ്. സന്തോഷ് വെടി ഉണ്ടെങ്കിൽ പാക്ക വേണ്ടിയതാ. ആ എടാ സന്തോ, നമുക്ക് അവിടെ പോടാ. സന്തോടെ സന്തോഷോടെ നമ്മുടെ സാരഥി വലിയ തൊപ്പിയൊക്കെ ഉണ്ട്. എല്ലാരും വണ്ടി കയറും. പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വണ്ടിയിൽ പാക്ക് ചെയ്യും. വാസു കയറും. നമ്മുടെ ഡ്രൈവർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഡ്രൈവർ പൾവറൈസർ വണ്ടി കയറിയിട്ടുണ്ട്. ഏകദേശം മനസ്സിലായ? എനിക്കല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വണ്ടി കയറി ചെറിയൊന്നുമല്ല.
നിന്റെ ഫയർ വർക്ക് കണ്ടായിരുന്നു എല്ലാവരും. എടാ എല്ലാവരും വണ്ടിയിൽ വീണ്ടും കയറാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നിന്ന് കുറച്ച് നിങ്ങൾ കയറി വണ്ടി കയറ്, എല്ലാവരും വണ്ടി കയറും. നമ്മള് അടുത്ത സ്ഥലം വിപിന് നീ ഉദ്ദേശിച്ച പോലെയല്ല. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ റൗണ്ട് ബോട്ട് ഉണ്ട്. ഈ റൗണ്ട് ബോട്ടിന്റെ ഉള്ളില് കുറച്ച് മെഷീനറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കാം നമ്മള്. അതിന്റെ അടുത്താണ് സ്ഥലത്ത് ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ അതായത് കണ്ടോ, ആ സൈഡിൽ കണ്ടോ വണ്ടികൾ ഇങ്ങനെ ഇതിന്റെ മേലെയാണ് വണ്ടികൾ കയറുന്നത്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്യൂൺസ് ആണിത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അതിന്റെ അടുത്ത് പാർക്ക് ചെയ്തു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അതിന്റെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ അടുത്ത് നടന്നു പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കും. പക്ഷെ അതിന്റെ അടുത്ത് വരെ ഞങ്ങൾ എത്തിയിരിക്കും. ഓക്കെ, നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ എത്ര റിസ്ക് എടുത്താലും നമ്മൾ ചെയ്തിരിക്കും. നിങ്ങൾ ആ സൗണ്ട് എല്ലാം കേട്ട് കണ്ടോ, ഇത് നിങ്ങൾ കാണാതെ പോരുന്നുണ്ടോ. ഇത് ഭയങ്കര സംഭവമാണ്. നേരം കിടല്ലോ വരുള്ളൂ. സന്തോഷിന്റെ പോണല്ലേ ബസ് പാർക്ക് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാം പാർക്ക് ചെയ്യാൻ കേസ്. എന്റെ പൊന്നു മോനെ ഒരു പ്രാണം കൊണ്ട് വരണമായിരുന്നു. മലയാളം ഒരു വണ്ടി കാണേണ്ടിരുന്നു അല്ലേ.